പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവാത്മ നമ്മെ എല്ലാവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ ഒരു വചനചിന്തയിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളോട് പറയുന്ന എന്താണെന്നറിയാമോ? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. നമ്മൾ മറ്റുള്ളവരെല്ലാം പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൻ അമ്മമാർ പറയുന്ന മക്കൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങൾ പറയുന്ന നമ്മൾ കേൾക്കാറുണ്ട്, ഫ്രണ്ട്സ് പറയുന്ന നമ്മൾ കേൾക്കാറുണ്ട്, അങ്ങനെ എല്ലാവരും പറയുന്ന നമ്മൾ കേൾക്കാറുണ്ട്, ചിലതൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. മറ്റുള്ളവരെ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമ്മളത് അനുസരിച്ച് കഴിയുമ്പോൾ എല്ലാം സക്സസ് ആയി എന്ന് വന്നു എന്ന് ഇരിക്കത്തില്ല. പക്ഷെ ദൈവം പറയുന്ന ഒരു വാക്കും വിജയമില്ലാത്തവ ദൈവം പറയത്തില്ല. ദൈവം പറയുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ, നാം അത് ചെയ്തു തുടങ്ങിയാൽ അതിനകത്ത് ഭയങ്കര അത്ഭുതങ്ങളുണ്ട്, അതിനകത്ത് ഭയങ്കര വിടുതലുകളുണ്ട്. നമ്മുടെ വിടുതലുകൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ വാക്കുകൾക്കകത്താണ്. ദൈവത്തിന്റെ വാക്കുകൾ ഞാൻ നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലൈഫ് ഒരു അത്ഭുതമാകും. അത്ഭുതമാക്കി ദൈവത്തിന് നമ്മൾ നിർത്താൻ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇന്നിന്റെ പകലിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ ലൈഫിനെ നോക്കി, ഇല്ലെങ്കിൽ എന്നോട് നീ സംസാരിക്കണം, എന്നോട് നീ ഇടപെടണം, എന്നോട് നീ കൽപ്പിക്കണം. കർത്താവ് കൽപ്പിക്കുന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ, നാം അതനുസരിച്ചാൽ അതൊരു വലിയ വിശാലതയായിരിക്കും, അതൊരു വലിയ ദൈവപ്രവൃത്തി ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് വലിയ കാര്യമായിരിക്കാം പറയുന്നത് എന്ന്. അല്ല പ്രിയ ദൈവമക്കളെ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, ദൈവം പറയുന്നതെല്ലാം വലിയ ഹാർഡായിട്ടുള്ള കാര്യമല്ല. ദൈവം എല്ലാം പറയുന്നത് നിസ്സാരമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് ദൈവം പറയത്തുള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവം നമ്മളെ കുറിച്ച് പറയുകയാണ്. തക്കതാണെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നത് ചെറുതാണെങ്കിലും അതിനകത്ത് ഭയങ്കര റിസൾട്ട് ആയിരിക്കുന്നത്, അതിനകത്ത് ഭയങ്കര അത്ഭുതമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ പ്രാപ്തിക്കുള്ളതേ പറയത്തുള്ളൂ. അവൻ എന്ത് ചെയ്യാൻ പറ്റുമോ ആ പ്രാപ്തിക്കുള്ളതനുസരിച്ച് മാത്രമാണ് മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയത്തുള്ളൂ. പക്ഷെ ദൈവം പറയുന്നത് നമ്മുടെ പ്രാപ്തിക്ക് അപ്പുറം നിൽക്കുന്ന ചില കാര്യങ്ങളുടെ റിസൾട്ടിനെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം മാത്രമാണ്. ഒരു മനുഷ്യനും നമ്മളെക്കുറിച്ച് ആ രീതിയിൽ ആഗ്രഹിക്കാറില്ല. എന്നാൽ ദൈവമാണ് നമ്മളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാൾ വലുതാണ് ദൈവത്തിന് നമ്മളോടുള്ള ആഗ്രഹം, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള താല്പര്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ നമുക്കൊന്ന് പറയാം. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. ചെറിയ കാര്യമായിരിക്കാൻ പറയുന്നത്. ഇവിടെ വെള്ളം കോരി നിറയ്ക്കാനാണ് പറയുന്നത്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് ഞാൻ വായിച്ചത്. ഇവിടെ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാം, ആർക്കും നിറയ്ക്കാൻ പറ്റും. ഇതെല്ലാവർക്കും നിറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അത് ചെയ്ത് തീർത്തു. അവർ വക്കോളം നിറച്ചെന്നാണ് പറയുന്നത്. അപ്പൊ അത് വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതൊരു അത്ഭുതമായി മാറി. ആമേൻ. ദേശത്തിന് മുൻപിൽ, ആമേൻ, അവിടെയുള്ള എല്ലാ ജനത്തിന്റെയും മധ്യത്തിൽ അതൊരു അത്ഭുതമായി മാറി. ഇന്നും അതിനെപ്പറ്റി പറയാൻ ഇടയാകുന്ന കാരണം എന്താണെന്നറിയാമോ? ആ ചെറിയ കാര്യം അനുസരിക്കാൻ ശിഷ്യന്മാർ തയ്യാറായത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവം പറയുകയാണ്, എല്ലാ ദിവസവും ദൈവത്തിന് നമ്മളോട് ചിലത് പറയാനുണ്ട്. ചിലത് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്, നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുകയും ദൈവം നമ്മളോട് പറയുന്ന ചെറിയ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മമണ്ഡലം ദൈവാത്മാവ് ഇന്ന് പകലിൽ നമ്മുടെ മേൽ കൈമാറുകയാണ്. ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധിക്കാൻ നമ്മുടെ ഈ കാത് പോരാ, ഈ കണ്ണ് പോരാ. ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ നമുക്ക് ഹൃദയമാകുന്ന ഒരു കണ്ണ് വേണം, ഹൃദയത്തിനകത്തൊരു കണ്ണ് വേണം, ഹൃദയത്തിനകത്ത് നമുക്കൊരു കേൾവി വേണം. എങ്കിൽ മാത്രമാണ് ദൈവം പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവം പറയുന്നതിനെ നാം അനുസരിച്ച് തുടങ്ങുമ്പോൾ അതൊരു വലിയ അത്ഭുതമായി മാറും, അതൊരു വലിയ ദൈവപ്രവൃത്തി, അതൊരു വലിയ അടയാളമായി മാറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത്, നമ്മുടെ ലൈഫിനകത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ ദൈവം നമ്മളിലൂടെ ഒരു അത്ഭുതം ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നമ്മളിലൂടെ, എന്നിലൂടെ, നിങ്ങളിലൂടെ ഏറ്റവും എന്താണ് ഒന്ന്
ഒന്നുമില്ലെന്ന് പറയുന്ന, ഒന്നും അറിയത്തില്ലെന്ന് പറയുന്ന, ഒന്നിന് കഴിവില്ലെന്ന് പറയുന്ന നമ്മളെക്കുറിച്ച് വലിയ കാര്യം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയൊരു കാര്യം ദൈവം പറയുന്ന അനുസരിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ അതിലൂടെ ഭയങ്കര റിസൾട്ട് മറഞ്ഞു കിടപ്പുണ്ട്. അതിനൊന്ന് സ്വീകരിക്കാൻ. വലിയ റിസൾട്ട് നിങ്ങൾക്ക് വേണോ? കർത്താവ് പറയുന്ന കേൾക്കുക. വലിയ റിസൾട്ട് അനുഭവിച്ചറിയാൻ താല്പര്യമുണ്ടോ? ദൈവം പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ അനുസരിക്കുക. അതിനകത്ത് വലിയ റിസൾട്ടുകൾ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ നാം വായിച്ചത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുകയും, അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും ഇന്നും പ്രസംഗിക്കപ്പെടുന്ന ഒരു അത്ഭുതമായി അത് മാറിയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ചില ചരിത്രങ്ങൾ ഉളവാകാൻ വേണ്ടി പോകുന്നു. അതേ, നിങ്ങളുടെ ലൈഫിനെ നോക്കി തീർന്നു പോയി എന്ന് പറയുന്ന, ശൂന്യത വന്നു എന്ന് പറയുന്ന, ഇല്ലായ്മയായി പോയി എന്ന് പറയുന്ന നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ദൈവം ഒരു അത്ഭുതമാക്കാൻ വേണ്ടി പോകുകയാണ്. ഒരു ചരിത്രം നിങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു അത്ഭുതം നമ്മളിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതിനെ വിശ്വസിച്ച് ഏറ്റെടുക്കാൻ എത്ര പേര് ഇന്ന് പകല് തയ്യാറാണ്? അവർക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. കേൾക്കപ്പെട്ട ദൈവവചനം അത് ഞങ്ങളിലൂടെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് പറയുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ, ആമേ, കാര്യങ്ങളെ അനുസരിക്കാൻ ഭാഗത്തിന് ഞങ്ങളുടെ ജീവിതത്തിന്റെ അറിവ്, അനുസരണം, വിധേയത്വം, സമർപ്പണം എല്ലാം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ. പിതാവേ, നീ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവമഹത്വം കാണാനിട വരുത്തും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.